നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജ ആർ മഹേഷിന്റെ അമ്മ രാധിക KCN ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നതായി ഐജയുടെ അമ്മ രാധിക പറഞ്ഞു. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണുള്ളതെന്നും രാധിക. മകൾക്കും ജീവിതം നഷ്ടമായ എല്ലാവർക്കും നീതി കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ഐജയുടെ അമ്മ രാധിക കൂട്ടിച്ചേർത്തു. KCN ന്യൂസ് എക്സ്ക്ലൂസീവ്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. തൻ്റെ മകൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പള്ളിക്കര കീക്കാനം കാരക്കുന്ന് കാദംബരി ഹൗസിലെ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മകൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് രാധിക വേദനയോടെ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണിലാണ് നീറ്റ് പരീക്ഷാ പരിശീലനത്തിന് ഐജ അഡ്മിഷൻ എടുത്തത്. ഈ വർഷം മെയ് 12-ന് നീറ്റ് പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് ശേഷം ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു മകൾ. എന്നാൽ ആ നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഐജയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. ഇതിനിടെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21-ന് വീണ്ടും നടത്തുമെന്ന് അറിയിപ്പ് വന്നു. റദ്ദാക്കിയ ശേഷം നടക്കുന്ന നീറ്റ് പരീക്ഷയ്ക്കായി 1 മാസത്തെ കൂടി കോഴ്സുണ്ടെന്ന് പരീക്ഷാ പരിശീലന സ്ഥാപനത്തിൽ നിന്നും അറിയിച്ചതോടെ മെയ് 27-ന് അമ്മ രാധികയോടൊപ്പം ഐജ വീണ്ടും പഠനത്തിനെത്തി. 29-ന് ക്ലാസ് ആരംഭിച്ചു. ക്ലാസ് തുടങ്ങി ആദ്യ ദിവസം ഐജ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി വ്യക്തമാക്കിയിരുന്നില്ല. മാതൃകാ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിച്ച സന്തോഷം അമ്മയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുള്ള 2 ദിവസവും തനിക്ക് പഠിക്കുവാൻ കഴിയുന്നില്ലെന്ന സങ്കടം ഐജ അമ്മയെ വിളിച്ച് പറഞ്ഞു. സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഐജ കൂടുതൽ മാനസിക പിരിമുറുക്കത്തിലായിരുന്നു. പരീക്ഷയ്ക്കായി വീണ്ടും പഠനം ആരംഭിച്ചതിൻ്റെ 3-ാം ദിവസം ജൂൺ 2-ന് ഹോസ്റ്റലിൽ വെച്ച് ഐജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. പരീക്ഷ മാറ്റിവെച്ചത് മകൾക്ക് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയതെന്നും രാധിക പറഞ്ഞു. ഇനി എഴുതുന്ന കുട്ടികൾക്കെങ്കിലും ആ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. കഴിഞ്ഞ വർഷം ആയിരുന്നു ഇവർ ക്വാറന്റൈനിൽ അധ്യാപകരെ വെച്ച് ചെയ്യേണ്ടിയിരുന്നത്. അത് അവർ ചെയ്തില്ല. സിസ്റ്റത്തിന് പറ്റിയ മിസ്റ്റേക്കാണത്. പറ്റുമെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് എക്സാം നടത്തുന്ന മാതിരി സ്വകാര്യത കൊടുക്കാതെ അങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായമുള്ളത്. റദ്ദാക്കിയ ദിവസം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി എടുത്തതാണ്. പിന്നെ കുറേ പറഞ്ഞ് കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. 1 വർഷമാണ് ഇതെടുത്തിട്ട് ഞാൻ പഠിച്ചത്, പിന്നെ 1 മാസമേ ഉള്ളൂ. അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കുട്ടിക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിൽ അവൾ ബ്രില്യൻറ്റിലേക്ക് പോകുന്നത്, ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് തൊട്ട് ഓണം വെക്കേഷന് അവർ അത്രയും 3-4 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. ക്രിസ്മസ് സമയത്തും ഒരു 3-4 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയാൽ മോളെ കാണുന്നത്, കൂടുതലും അങ്ങോട്ട് പോയി കാണുക ചെയ്യൽ. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. മകൾ അയച്ച സന്ദേശങ്ങൾ രാധിക പോലീസിന് കൈമാറിയിട്ടുണ്ട്. പഠനത്തിൽ മിടുക്കിയായ ഐജ കാസർഗോഡ് പെരിയ നവോദയ വിദ്യാലയത്തിൽ നിന്നും CBSE സിലബസിൽ പഠിച്ച് 80% മാർക്ക് നേടിയാണ് +2 പാസ്സായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.